ഹലോ, ഹലോ, ലിയാക്കത്തില്ല? അതെ. പിന്നെ കോയ കോളിങ്ങാ? എന്തേ കോയ ഇപ്പൊ കോളി കോയ കോളിങ് അല്ലല്ലേ? നിങ്ങൾ വിളിക്ക? നിങ്ങളെ പേര് കോയാണ്? അല്ല കോയ കോളിങ് നിങ്ങളെ ലിയാക്കത്തലിന്റെ അല്ല, നിങ്ങളെ പേരിൽ കോയാണോ? നിങ്ങളെ പേര് കോയാണോന്ന് ചോദിക്കാ. കോയല്ല. ഞാൻ ലിയാക്കത്താണ്. അപ്പൊ നിങ്ങളെ പേര് പറയും. ഷാനവാസ്. അപ്പൊ ഷാനവാസ് കോളിംഗ് പറയും. ഷാനവാസ് കോളിങ്. പക്ഷെ കോയ കോളിങ് എന്ന് പറയുന്നത് കോയമാർക്ക് മാത്രം വിളിക്കുന്ന കോളിങ് ആയതുകൊണ്ടാ? എനിക്കറിയില്ല. ഉം. അല്ല, കോയ കോളിങ് ഇപ്പൊ ഉണ്ടോ? മറ്റേ ഇവന്റെ ആരിഫിന്റെ? അതെനിക്കറിയില്ല, തോനോട് ചോദിക്കേ. ആയിക്കോട്ടെ. അപ്പൊ നമ്മളിപ്പോ ചോദിക്കാൻ വന്ന വിഷയം വെച്ചാല്, ആ, നിങ്ങൾ എങ്ങനെ ഇതിലേക്ക് വരാൻ കാരണം, നിശ്ചയത്തിലേക്ക് വരാൻ നിങ്ങള് കാരണം? എന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ടോ? അങ്ങനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. കണ്ടാലല്ലേ അറിയുള്ളൂ. ഞാൻ എന്താ പറയണെന്ന് അറിഞ്ഞാലല്ലേ ഞാൻ എങ്ങനെ വന്നെന്നൊക്കെ അതിനകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവല്ലോ. എന്തേ അതറിയായിട്ടൊരു ജിജ്ഞാസ? അല്ലല്ല, ഞാന് നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നോടൊന്ന് പറഞ്ഞു തോമസ് മുള്ളർ പറഞ്ഞു നിങ്ങളെ ഒന്ന് പിന്നെ റിയാക്കത്തിനെ വിളിക്കുന്നതാണ്. അങ്ങനെ വിളിച്ചു രാവിലെ ഒന്ന് കട്ടായി പോയത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രപഞ്ചം തനിയെ ഉണ്ടായി എന്നുള്ള വാദക്കാരനാണ് നിങ്ങളല്ലേ? ആണോ? അല്ലേ? അതല്ല നിങ്ങളെ ഇസ്ലാം വാദം? ദൈവികമല്ല എന്നുള്ള വാദക്കാരനാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുണ്ടാക്കിയ മതമാണെന്നുള്ള വാദമാണ്. അതിനെ കുറിച്ച് എന്ത് പറയണു? അല്ല, ഇസ്ലാം ദൈവികം തന്നെയാണ്. അല്ല, കാരണം ഖുറാൻ ഇസ്ലാം ദൈവികമല്ല. അങ്ങനെ ഒരു ദൈവവും ഇല്ല. ഇസ്ലാം പഠിപ്പിച്ചതുപോലത്തെ ഒരു ദൈവവും ഇല്ല. അങ്ങനെ ഒരു ദൈവം ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ഒരു പ്രവാചകനെയും പറഞ്ഞയച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കിതാബും കൊടുത്തയച്ചിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതിലെന്തെങ്കിലും പറയണ്ടോ? അത് തെറ്റാണ്. കാരണം അങ്ങനെയാണെങ്കിൽ 1400 കൊല്ലം വരെ ഖുറാൻ നിൽക്കൂലല്ലോ. ആരാ പറഞ്ഞ? അതിനേക്കാളും മനുഷ്യൻ പഴക്കമുള്ള ബൈബിൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ ബൈബിൾ വേദങ്ങളും വേദങ്ങളൊക്കെ വിശ്വാസമില്ലേ? അപ്പൊ ബൈബിൾ ദൈവത്തിന്റെ ആലോചിച്ചാണ്. ബൈബിൾ വിശ്വസിക്കില്ലേ നിങ്ങള്? ആര്? നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നില്ലേ? ഖുറാൻ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, പക്ഷെ ബൈബിള് വിശ്വസിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് ഖുറാന് അതായത് ദൈവികമായത് ആവണമെന്ന് നിർബന്ധമല്ല, കാലപ്പഴക്കം കൊണ്ട് നിലനിൽക്കാനേ. മനസ്സിലായോ? ആ, പഴക്കം ആ. വെച്ചാല് എന്നാലും അതിനേക്കാളും 1400. മുമ്പ് എഴുതിയ 1400 കൊല്ലത്തിന് മുമ്പ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയില്ല? എന്നാലും ഖുറാനും ബൈബിളും അല്ലാതെ മറ്റൊരു ഗ്രന്ഥം പറയും നിങ്ങള്. ഉണ്ട്. അതിനേക്കാളും പഴക്കമുള്ള ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. ഭഗവത്ഗീത അല്ലാത്ത വേറെ ഒരു പുസ്തകം പറയും. ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെയാണ്. അപ്പൊ മുഹമ്മദ് നബി എന്നുള്ള ആള് ജീവിച്ചിട്ടില്ല. അത് ജീവിച്ചിക്കണോ? മുഹമ്മദ് നബി ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. ജീവിച്ചിരുന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈസാ നബി ജീവിച്ചിരുന്നോ? ഇതൊന്നും അല്ലല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കാര്യം. നിങ്ങൾക്ക് എന്താ ഇസ്ലാം നമുക്കാണ് തൊടാനൊരു പേടിയുണ്ടോ? അല്ല, നമുക്ക് എന്താ ഇസ്ലാമിലേക്ക് ഇസ്ലാം? ആദ്യം നിങ്ങൾ പറയാം, എന്താ ഇസ്ലാം? നമുക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്ലാം അനുസരണം, ദൈവത്തിന് അനുസരണം, ദൈവത്തിന് സമർപ്പണം. ആർക്ക് സമർപ്പണം? ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുക. ഏത് അതാണ് മുസ്ലിം. ദൈവത്തിന് ഏകനായ ദൈവത്തിന്. എന്നാര് പറഞ്ഞു? ഖുറാനില്. ഖുറാൻ എവിടുന്ന് വന്നു? പ്രവാചകൻ അവതരിപ്പിച്ചു. ഏത് പ്രവാചകൻ? മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്ക് എവിടുന്ന് കിട്ടി? ജിബ്രീൽ മാലാഖ വഴി. അതൊന്ന് തെളിയിച്ചു തന്നാൽ മതി. ദൈവം ഇനിയിപ്പോ ഈ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ദൈവം ഉണ്ട് എന്ന് വരെ നിങ്ങൾക്ക് ഞാൻ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഒരു പ്രിമൈസ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്മതിച്ചു തന്നു. അങ്ങനെ ഒരു ദൈവം പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് നബി എന്ന് പ്രൂവ് ചെയ്ത് തന്നാൽ മതി. അങ്ങനെ ഒരു ഗ്രന്ഥം കൊടുത്തയച്ചതിന്റെ തെളിവും തന്നാൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കുക പരിപാടി. തെളിവ് ഖുറാൻ തന്നെ. തെളിവ് ഖുറാനല്ല തെളിവ്. ഖുറാനിൽ എന്താ തെളിവ്? ഖുറാനില് ദൈവത്തിന്റെ വചനങ്ങളാണ്. പിന്നെ എങ്ങനെ മുഹമ്മദ് നബിക്ക് ഇപ്പൊ മുഹമ്മദ് നബിന്റെ അടുത്ത് ജിബ്രീൽ വന്നു. ജിബ്രീൽ ദൈവം പറഞ്ഞയച്ച ആളാണ്. ഇതല്ലേ വാദം? ഇതെങ്ങനെയാണല്ലോ തുടങ്ങണേ സാധനം? അതൊന്ന് പ്രൂവ് ചെയ്തന്നെ. തെളിവ് ഖുറാൻ തന്നെ. ഖുറാന്റെ തെളിവ് ഖുറാൻ തന്നെയാണ്. ഹദീസ് ഉണ്ട്, ഹദീസുകളിൽ പറയുന്നുണ്ട്. പിന്നെ ചരിത്രങ്ങളുണ്ട്. ഇതൊക്കെ നബി മുഹമ്മദ് നബി പറഞ്ഞതല്ലേ? എന്റെ അടുത്ത് മലയിൽ ഇരിക്കുമ്പോ ഒരാൾ വന്നു എന്നുള്ളത് മുഹമ്മദ് നബി പറഞ്ഞതല്ലേ? വേറെ തെളിവൊന്നുമില്ലല്ലോ. അത് ബഡായി ആണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ. അല്ല, മുഹമ്മദ് നബി സത്യസന്ധൻ അല്ലാമീനാണല്ലോ. ശത്രുക്കൾ വരെ അല്ലാമീൻ. ഹദീസിലുണ്ട്. അതൊക്കെ ഈ ഹദീസൊക്കെ മുഹമ്മദ് നബിനെ കുറിച്ചും മുഹമ്മദ് നബി പറഞ്ഞതും ചെയ്തതും കേട്ടത് എഴുതി വെച്ചതല്ലേ? അപ്പൊ ഇത് നമ്മളെ ഞങ്ങളെ നാട്ടിലെ ഈ പിന്നെ കോമന്റെ കോയലൂത്ത് ജോറാണ് പറഞ്ഞു. ആരാ പറഞ്ഞു? അത് കോമൻ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ് ഈ സാധനം. അല്ല, എന്റെ ശരിയായ ധാരണ കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് ഒരു കുറച്ചുകൂടി ചോദിക്കാം. മുഹമ്മദ് നബിക്ക് ജിബ്രീലിനെ മുൻപരിചയം ഉണ്ടോ? ഇല്ല. മുഹമ്മദ് നബി അള്ളാഹു ആയിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അതിന് മുമ്പ് നടന്നിട്ടുണ്ടോ?
ഇല്ല. ഇപ്പം മുഹമ്മദ് നബി ഗുഹയിൽ ഇരുന്നപ്പോ ഒരു അശരീരി വന്നു എന്ന് വിചാരിച്ചോളൂ. ആ ആ അത് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം പറഞ്ഞയച്ച ജിബ്രീൽ എന്നൊരു മാലാഖയാണെന്ന് മുഹമ്മദ് നബി എങ്ങനെ കൺഫേം ചെയ്തത്? അത് ഖദീജയുടെ പിതാവ് ഇതാണ് പിതാമഹന് പിന്നെ ഭയങ്കര ജ്യോതിഷിയായിരുന്നു. അദ്ദേഹം അതൊക്കെ വിട് ചോദിച്ചു. നിങ്ങള്. ആ മുഹമ്മദ് നബി എങ്ങനെ കൺഫേം ചെയ്തത്? അതന്നെ അത് പിന്നെ ഖദീജബി ചോദിച്ച് പറഞ്ഞ് അപ്പൊ അത് ഏത് ഓക്കെയാണെന്ന് വറക്കെ? ആ വടക്കത്തിന് വറക്കെ. കല്ലെടുത്ത് അതിന്റെ മുമ്പ് ഖദീജ ബീവി എന്തോ ഒരു പരീക്ഷണം നടത്തണ്ടല്ലോ, എന്തായിരുന്നു? അത് ശേഷമാണ്. അത് കുറെ ശേഷം, അത് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, ആദ്യമായിട്ട് അതെന്ത് പോയത് പരീക്ഷണമായിരുന്നു? ആദ്യ പ്രവാചകൻ മടിയിൽ ഇരുത്തിക്കൊണ്ടുള്ള ഒരു പരീക്ഷയാണ്. ആ, ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പൊ ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ ഈ കഥ നമ്മൾ വിശ്വസിച്ചോളണം. അതല്ല എന്നിട്ട് ഈ സത്യമാണ്. വറക്ക മുസ്ലിമായോ? വടക്കം മുസ്ലിം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ വറക്ക ഓരോരുത്തർ മുസ്ലിം ഭീഷണി ആയോ? മുസ്ലിം ആയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല. അത് ഇതാണ് ഇപ്പൊ കഥ. പിന്നെ ഇതാണ് ഇപ്പൊ അത് ഇസ്ലാമിൽ ഞാൻ ചോദിക്കട്ടെ, ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അതായത് നിങ്ങൾ പറയുന്ന റിസാലത്തിന്റെ ബേസ് ഇതാണ്. പിന്നെ നമ്മളെ മുമ്പിൽ അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഇത് അത്രയും ദുർബലമാണ്. മനസ്സിലായോ? ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കാണ്, ഇപ്പൊ നമുക്ക് പിന്നെ നമ്മളെ മുമ്പിലുള്ളത് ഈ ദൈവം കൊടുത്തയച്ചു എന്ന് പറയുന്ന ഗ്രന്ഥവും അത് മാതൃക കാണിക്കാൻ വേണ്ടി ജീവിച്ച് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ മുഹമ്മദിന്റെ ജീവിതവും, ഇത് രണ്ടും പരിശോധിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മുമ്പിലുള്ള വഴി. അത് പരിശോധിക്കുമ്പോൾ ഇത് ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു അധികാരമോഹിയായിരുന്ന ഒരു ഗോത്രത്തലവന്റെ അപ്പുറത്തേക്കൊന്നും ഈ ഗ്രന്ഥത്തിലില്ല എന്ന് എനിക്ക് ഒരുപാടുണ്ടല്ലോ. പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് മുതലിട്ടത്. ഒരുപാടുണ്ടല്ലോ. നിങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞോളി. ഉദാഹരണം വെച്ചാൽ ഒരു വൃദ്ധ തലയിൽ വിറക് ചുമട്ടായിട്ട് പോകുമ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? വിറക് തലയിലേറ്റ് ആ വൃദ്ധയുടെ വീട്ടിൽ. ലോകത്ത് ആദ്യമായിട്ട് ഒരാളെ ഭാരം ചുമക്കുന്നതിൽ സഹായിച്ച ആദ്യത്തെ ആൾ മുഹമ്മദ് നബിയാ. അല്ല, അദ്ദേഹം ചെയ്തല്ലോ. അതിന് ആ അത് പുണ്യകർമ്മമല്ലേ. അതാണോ മുഹമ്മദ് നബി പ്രവാചകനാണെന്നുള്ളതിന് തെളിവ്? അതൊന്നും ഇഷ്ടംമാതിരി ഉണ്ട്. എന്താണ് പറയും? പിന്നെയും പിന്നെ ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ തുടർച്ചയായിട്ട് 2-3 ആളോട് ചോദിച്ചിട്ടും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. നിങ്ങള് മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് വിശ്വസിക്കല്ലേ ചെയ്യണേ? വിശ്വസിക്കുക മാത്രമല്ലല്ലോ, അതിന് സാക്ഷ്യം പറയുന്നില്ലേ? സാക്ഷ്യം പറയുന്നുണ്ട്. ഈ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണ്ടേ? നിങ്ങൾക്ക് എങ്ങനെയാ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടത്? അതൊന്ന് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് എളുപ്പമുണ്ടല്ലോ. പ്രവാചകനെ ബോധ്യപ്പെട്ട് നമ്മള് മദ്രസയിൽ പഠിച്ച് മദ്രസയിൽ പഠിച്ചതുകൊണ്ടാണോ? മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടതും മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടാണോ നിങ്ങള് പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മള് ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നമ്മൾ സത്യമാണെന്ന് ബോധ്യമായി. അതാണ് ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോൾ ബോധ്യപ്പെട്ടത് ഞാൻ ചോദിക്കട്ടെ ഗൂഗിളിൽ വിശ്വസിക്കുക? ഇല്ല, ഗൂഗിളിനെ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. വിശ്വസിക്കൂല? എന്തിനാ ഗൂഗിളിനെ വിശ്വസിക്കണേ? ശാസ്ത്രം വിശ്വസിക്കൂല? ഗൂഗിളിനെ വിശ്വസിക്കാറ് എന്തിനാ വിശ്വസിക്കണം? എന്തിനാ നമുക്ക്? അല്ല, ഗൂഗിൾ പറയുന്നത് വിശ്വസിക്കുക? ഗൂഗിൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഇല്ല, നമ്മളത് വെരിഫൈ ചെയ്യണം. അതിൽ പറയുന്നുണ്ടല്ലോ പ്രവാചകൻ എത്ര കാലഘട്ടം ജീവിച്ചിരുന്നു. ജീവിച്ചിരുന്നോട്ടെ. മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് എങ്ങനെ തെളിയിച്ചു? ഇസ്ലാം മതം സ്ഥാപിച്ച പ്രവാചകനാണെന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇസ്ലാം മതം സ്ഥാപിച്ച പ്രവാചകനാണ് നിങ്ങൾ വിശ്വസിക്കുവോ? മുഹമ്മദ് നബിയാണ് ഇസ്ലാം സ്ഥാപിച്ചത്. പരിപൂർണതയിലെത്തിച്ച പ്രവാചകനാണ്. ഇസ്ലാം മതം സ്ഥാപിച്ചതാരാ? ഇസ്ലാം പരിപൂർണ രൂപത്തിൽ സ്ഥാപിച്ചത് മുഹമ്മദ് നബിയാണ്. ഇസ്ലാം അള്ളാഹു സ്ഥാപിച്ചല്ലേ? പ്രവാചകനിലൂടെ സ്ഥാപിച്ചു. അല്ല, ആദം നബിയൊക്കെ മുസ്ലിം ആയിരുന്നില്ലേ? മുസ്ലിമാണ്. ഈ കഥ മൊത്തം മുഹമ്മദ് നബിന്റെ പ്രവാചകത്വം തട്ടി നിൽക്കുകയാണ്. നിങ്ങൾ ഇതിന് പറഞ്ഞുതരും, നിങ്ങൾക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? പറഞ്ഞുതരും. ബോധ്യപ്പെട്ട് ഞാൻ പറഞ്ഞില്ല, എങ്ങനെ നമ്മള് മദ്രസയിൽ പഠിച്ചു, പിന്നെ നമ്മള് മാതാപിതാക്കൾ പഠിച്ചു, പിന്നെ നമ്മള് ഖുർആൻ പരിഭാഷ വായിച്ചു, അപ്പൊ അതിൽ ബോധ്യപ്പെട്ടു. അങ്ങനെയാണ് മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി ഇതിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ആ ബോധ്യത്തിലേക്ക് എത്തിയത്? അതിന് ഏറ്റവും വലുത് നമ്മളെ മാതാപിതാക്കൾ നമ്മുടെ കളവ് പറയില്ല, മദ്രസ അധ്യാപകന്മാര് കളവ് പറയില്ല. പിന്നെ അവരുടെ ജീവിത രീതി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായി? ഒരു മുസ്ലിം അങ്ങനെയാണോ നിങ്ങൾ ഒരു കാര്യത്തിൽ സാക്ഷി പറയുന്നത്? അതെ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മള് ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ എങ്ങനെയാണോ ഒരു ഇസ്ലാമിലെ സാക്ഷി നിയമത്തിൽ, ഖുർആൻ പഠിപ്പിച്ചെന്ന സാക്ഷി നിയമത്തില് നിങ്ങൾക്ക് എങ്ങനെയാണ് സാക്ഷി പറയാൻ പറ്റുക? സാക്ഷ്യം ചെറുപ്പത്തിൽ നമ്മൾ ഇടത് ചെവിയിൽ വാങ്ങും. കള്ളസാക്ഷിയാണത്. കള്ളസാക്ഷിയാണ് നിങ്ങൾ പറഞ്ഞത്. ഷഹാദത്ത് കള്ളസാക്ഷിയാണ്. നിങ്ങൾക്ക് ഒരു ബോധ്യമല്ല. നിങ്ങൾ കേട്ട അറിവ് പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയത് മദ്രസ എന്ന് പറയാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് അതുവരെ നമ്മൾ 15 വയസ്സിന് ശേഷം നമ്മൾ അത്രേ ഉള്ളൂ. 15 വയസ്സിന് ശേഷം നമ്മൾ സ്വയം നിങ്ങൾക്ക് അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് 15 വയസ്സിന് ശേഷം നിങ്ങൾ സ്വന്തം ബോധ്യപ്പെട്ടത് എങ്ങനെയാണ്?
മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനാണെന്ന്? അതൊന്ന് പറഞ്ഞു. എന്താണ്? മുഹമ്മദ് നബി ദൈവത്തിന്റെ ദൂതനാണെന്ന് നിങ്ങൾക്ക് 15 വയസ്സിന് ശേഷം നിങ്ങൾ വെരിഫൈ ചെയ്ത് 1-2 പോയിന്റ് പറയാം. നമുക്ക് ഒന്ന് രണ്ട് ഖുറാനിൽ കൂടെ ഖുറാനിൽ പറഞ്ഞോളൂ. ഏതെങ്കിലും 1-2 പറഞ്ഞോളൂ. ഖുറാനില് പല സന്ദർഭത്തിൽ പല സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് 1-2 അങ്ങനെയൊന്നല്ല, നമുക്ക് ഒരു ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അതിനകത്ത് കാര്യം ഒറ്റ എന്ന് വെച്ചാല് ഖുറാന് 1400 വർഷം മാറ്റത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല. ഖുറാൻ തന്നെ നബി, ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം തന്നെ നിങ്ങൾ മാറ്റത്തിരുത്തലില്ലാതിരിക്കണമെങ്കിൽ ഒരു ഗ്രന്ഥമായിട്ട് ഉണ്ടാവണല്ലോ. അപ്പോഴല്ലേ മാറ്റി തിരുത്തലുണ്ടോ അല്ലേ എന്നറിയാം. ആ ഗ്രന്ഥമാക്കുന്നതിനെ കുറിച്ച് തന്നെ മുഹമ്മദ് നബി ആലോചിച്ചിട്ടും പോലും ഇല്ല. ആരെ മനസ്സില്? എന്നിട്ട് അതിൽ കലർപ്പ് വന്നില്ലേ? ഉസ്മാൻ എന്തിനാ ഖുർആൻ കത്തിച്ചത്? ചീത്തായ കോപ്പി പറഞ്ഞ എന്താ ചീത്ത അടിച്ചത്? അതല്ല, അത് പിന്നെ പല കള്ളക്കോപ്പികളൊക്കെ ഉണ്ട്. പറഞ്ഞതേ കള്ളക്കോപ്പിയോ? കള്ളക്കോപ്പിയല്ല, ആരെ ഖുർആൻ ക്രോഡീകരിച്ചത്? ഇന്ന് കാണുന്ന രൂപത്തിൽ ഖുർആൻ ക്രോഡീകരിച്ചത്? ഞാൻ പറയട്ടെ, തിരുവനന്തപുരം ഭാഷ നമ്മളെ ഭാഷ നമ്മൾ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള ചെറിയ കലർപ്പ് വന്നില്ലേ? ഖുറാനിൽ മാറ്റം വരില്ല, പള്ളി പുള്ളി അക്ഷരം വ്യത്യാസം ഇല്ലെന്നുണ്ട്. ഓരോ കുട്ടി ഓരോ ശൈലിയിൽ ഓതാൻ തുടങ്ങി. ഇതൊന്നും തെളിവല്ല സുഹൃത്തെ. നിങ്ങൾ പറഞ്ഞ ഇതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചിട്ട് പ്രപഞ്ചത്തെ ആരുണ്ടാക്കിയതെന്ന് ചോദിക്കണത്. കാരണം നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഉള്ളം കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ മതം, അതിനെ കുറിച്ച് സംസാരിക്കാന് ആവതില്ലാത്തോണ്ടാണ് ആൾക്കാർക്ക്, മൂല്യന്മാർക്ക്. ഇപ്പൊ ഷുഹൈബുൽ ഹൈത്തമി ലാസ്റ്റ് പറയുന്നുണ്ട്, ദൈവാസ്തിത്വം ചർച്ച ചെയ്തിട്ട് മതി ബാക്കിയൊക്കെ ചർച്ച ചെയ്യാന്. അതാവുമ്പോ എന്താ വെച്ചാൽ അങ്ങനെ കടന്നു ഉരുള. മതനിയമം എന്ന് പറയുന്നത് മനുഷ്യന്, ഇപ്പൊ ദൈവത്തിന്റെ വിശ്വാസത്തിനപ്പുറത്തേക്ക് മതങ്ങൾ നിയമങ്ങളാണല്ലോ. സാമൂഹ്യ നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങളൊക്കെ ഉള്ളതല്ലേ. കുടുംബ നിയമങ്ങളൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളുടെ ചേലും കോലവും പരിശോധിച്ചാൽ നമുക്ക് അറിയാലോ, ഇത് വല്ല ദൈവത്തിനും പങ്കുണ്ടോ, ഇത് അക്ഷരാഭ്യാസമുള്ള ഒരു മനുഷ്യനെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത്. സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യനപ്പുറത്തേക്ക് കേവലമായ ഗോത്രീയ നേതാവിന്റെ എല്ലാ പ്രശ്നവും ഈ ഗ്രന്ഥത്തിലുണ്ട്, ഈ നിയമത്തിലുണ്ട്, ഈ മതത്തിനുണ്ട്. ആ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഗോത്ര നേതാവ്, അതിനപ്പുറത്തേക്കൊന്നും ഇസ്ലാമെന്ന് പഠിക്കുന്ന മുഹമ്മദിനെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അതും പിന്തുടർന്ന് പോകേണ്ടതില്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനേക്കാളും മികച്ച ജീവിതം നമുക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു കഴിഞ്ഞാൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതിനേക്കാളും നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ നേതാവിന് സഹോദരി അമ്മയും പെങ്ങളുമായിട്ട് ഭോഗിക്കാൻ നിങ്ങളെ മനുപ്രസാദ് പറഞ്ഞില്ലേ? നിങ്ങളുടെ നേതാവ്, എന്റെ നേതാവോ? മനുപ്രസാദോ? മൻ റബ്ബുക്ക മൻ ദീനുക്കാന്ന് ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം പറയാന് പിന്നെ നേതാവിനെ 2 ഇമാമിങ്ങളെ കൊണ്ടു നടക്കുന്ന ആളല്ലേ ഞാന്. ഉമ്മ പെങ്ങൾ ഭോഗം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനത്. നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ? ഒരു മിനിറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തില്ല. എന്താ ചെയ്യാത്ത? എന്താ ചെയ്യാത്ത? എന്തുകൊണ്ട് മനസ്സാക്ഷി പറയരുത്, മനസ്സാക്ഷി എന്നൊന്നും പറയരുത്. മതം അനുവദിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? മതം അനുവദിക്കൂല. മതം അനുവദിക്കാത്തോണ്ടാണോ ചെയ്യാത്ത? നിങ്ങൾക്ക് മതം അനുവദിക്കാത്തത് കൊണ്ടാണോ നിങ്ങൾ ചെയ്യാത്ത? മനസ്സാക്ഷി അനുവദിക്കാത്തോണ്ടാണോ? മനസ്സാക്ഷി അനുവദിക്കൂല, മതം തീരുമാനം. ഏതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ ചെയ്യാത്തത് രണ്ടും. മെയിനായിട്ട് മെയിനായിട്ട് എന്താണ്? മെയിന് മതമാണ് നമ്മൾ മുസ്ലിം നോക്കല്. നിങ്ങൾ എത്രാം ക്ലാസ്സിൽ അത് ഇങ്ങനെ ഉമ്മാനെ ചെയ്യാൻ പാടില്ല എന്ന് പഠിച്ചത്? നമ്മള് മദ്രസയില് 3-ാം ക്ലാസ്സിലൊക്കെ. ഏത് ക്ലാസ്സില്? 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സിലൊക്കെ. നിങ്ങള് പലിശ കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്ന് പഠിച്ചിട്ടില്ലേ? മാതാവിനെ വ്യഭിചരിക്കുന്ന പോലെയാണെന്ന് പഠിച്ചിട്ടില്ലേ? നിങ്ങളെ ജീവിതത്തിൽ ഇതുവരെ പലിശ കൊടുക്കും, വാങ്ങും, സാക്ഷി ഒപ്പിടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല? ചെയ്തിക്കണോ? നിങ്ങളിപ്പോ മദർസിൽ ഉമ്മാനോട് ചെയ്യരുത്, പെങ്ങളെ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അതിപ്പോ എങ്ങനെ? ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് സമാനമായിട്ടുള്ള പലിശ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിച്ചത് കൊണ്ട് മാത്രം ഉമ്മാനെയും പെങ്ങളെയും വെറുതെ വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കണോ? നിങ്ങൾ പറയേ, അതായത് മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് പലിശ, പലിശയുടെ ഏറ്റവും ചെറിയ തിന്മ എന്ന് പഠിപ്പിച്ച ആ സാധനങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മദ്രസയിൽ പഠിച്ച ഒറ്റ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളെ ഉമ്മാനെയും പെങ്ങളെയും വെറുതെ വിട്ടു എന്ന് ഞാൻ വിശ്വസിക്കണോ? മനസാക്ഷിയോ?
പക്ഷെ നിങ്ങൾ സ്റ്റേജിൽ, നിങ്ങൾ നേതാവ് അല്ല, ഞാൻ സ്റ്റേജിൽ ചോദിക്കണേന് സമാധാനം പറയും. നിങ്ങൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യാത്ത മതം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മനസാക്ഷ്യം. നിങ്ങളെ രക്തബന്ധത്തിൽ പെങ്ങളെ, മകളെ, പിന്നെ അതേപോലെ ഉമ്മാനെയൊക്കെ കാണുമ്പോ ആസക്തി ഉണ്ടാവുകയും എന്നിട്ട് പഠിച്ചോനെ ഇത് ഹറാമാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, മനസാക്ഷി എന്തേ? അനുവദിക്കില്ല. അതെന്താ? മനസാക്ഷി ഈ അനുവദിക്കില്ല. മനസാക്ഷി മുസ്ലിങ്ങൾക്ക് മാത്രം എന്തോ ഉള്ള സാധനം? എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അല്ല, നിങ്ങൾക്കില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടോ? നിരീശ്വരവാദിക്കില്ലല്ലോ. അല്ല, എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഉണ്ടോ? അവർക്ക് നിരീശ്വരവാദിക്കില്ല. അതെന്താ? അതുകൊണ്ടാണ് നമുക്ക് സ്റ്റേജിൽ കിട്ടി നിരീശ്വര പറഞ്ഞത്. അതിപ്പോ മലപ്രസവ നിങ്ങളെ ഉസ്താദ് പിന്നെ കുട്ടികളെ പീഡിപ്പിക്കണത് കിതാബിലുള്ളതുകൊണ്ടാ? കിതാബിൽ അത് ഏതെങ്കിലും ഒരാള് പറഞ്ഞ മണ്ടത്തരം പ്രമാണമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരല്ല യുക്തിവാദികള്. അത് മനസ്സിലാക്കിക്കോ. അതങ്ങനെ അങ്ങനെയാണെങ്കിൽ തള്ളിപ്പറയുന്നത്. മുഹമ്മദ് നബീനെയും പിന്നാലെ കൂടി നടക്കൂലേ നമ്മള്? അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഉത്തരം മുട്ടുമ്പോ ഈ ഉമ്മയും പെങ്ങളും ഇതും കൊണ്ട് നടക്കരുത് കേട്ടോ. നിങ്ങൾ ഇപ്പൊ തള്ളിപ്പറയണം. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് യുക്തിവാദികൾ ചെയ്യുന്ന, ഇത് ഇത് നിരീശ്വരവാദികളല്ല ചെയ്യാൻ സാധ്യത കൂടുതല്, മുസ്ലിങ്ങളാണ് ചെയ്യാൻ സാധ്യത കൂടുതല്. കാരണം എന്താ അറിയോ? ഓല് തിന്മകളൊക്കെ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം പറഞ്ഞുകൊണ്ട് മാത്രാണ്, അല്ലേ? മദ്രസത്തെ കുട്ടികളെ പീഡിപ്പിക്കുന്നുണ്ട്, അതും ഹറാമല്ലേ ഇസ്ലാമില്? ആറാമാണ്. പലിശ കൊടുക്കുന്നുണ്ട്, പലിശ വാങ്ങുന്നുണ്ട്, അതും ഹറാമല്ലേ? അതും ചെയ്യണില്ലേ? അത് ചെയ്യുന്നു. പിന്നെ നിങ്ങള് ഉമ്മാനും പെങ്ങളെയും മാത്രം വെറുതെ വിടുന്നു ഞങ്ങൾ വിശ്വസിക്കണോ? അല്ല, അതെങ്ങനെ നിങ്ങൾ ബാക്കി എല്ലാ തിന്മയും മതം പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കേണ്ട തിന്മകളൊക്കെ മതം പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾ മതം പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്യാത്താണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യണ്ടാവൂലേ? ഞാൻ എന്താ ചെയ്യണില്ല? എന്താ ഉറപ്പ് നിങ്ങൾക്ക്? നിങ്ങൾക്ക് സ്വന്തം മകളെ ഗർഭിണിയാക്കിയ ഒരു മദ്രസ ഉസ്താദിന്റെ ഫോട്ടോ അയച്ചേട്ടെ എനിക്ക്, ഞാൻ പേരും വിവരം അയച്ചേട്ടെ. അങ്ങനത്തെ ഒരു യുക്തിവാദിയുടെ അതുപോലെ തന്നെയാണ്. ഇതെന്താ അറിയോ? നമുക്ക് എങ്ങനെയാണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പറയട്ടെ. മുഹമ്മദ് നബിയുടെ റിസാലത്തിന് മറുപടി പറയാതിരിക്കുമ്പോ, അതിന് പറയാൻ കഴിയാതാവുമ്പോ, യുക്തിവാദികൾക്ക് ഉമ്മാനെയും പെങ്ങളെയും ബോധിക്കുന്നവരാണെന്ന് പറഞ്ഞു നടക്കുന്ന ഈ നാറിയ സാധനത്തിന് നിങ്ങൾക്ക് മാത്രല്ല നിങ്ങളെ പോലുള്ള എല്ലാവർക്കും കൂടി ഉള്ളതാണ് ഇപ്പൊ ഞാൻ തന്ന മറുപടി. മനസ്സിലായോ? ഏത് സ്റ്റേജ്? മൈക്രോ ഓഫ് ആക്കേണ്ടി പറയുമ്പോ നിങ്ങൾ മൈക്രോ ഓഫ് ആക്കണം. ആര് ഏതൊക്കെ പിരാന്തന്മാർ എന്തൊക്കെ പറയണേ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ പേര് നിങ്ങളെ എസൻസിന്റെ പരിപാടിയിൽ എസൻസിന്റെ പരിപാടിനെ കുറിച്ചുള്ളതാണെങ്കിൽ സി രവീന്ദ്രനോട് പോയി ചോദിക്കും. നിങ്ങളിപ്പോ ദൈവത്തിൽ വിശ്വസിക്കില്ലല്ലോ. ദൈവത്തിൽ വിശ്വസിക്കാത്ത നിങ്ങളിപ്പോ ഈ പിന്നെ അൽഖയ്ദയുടെ തലവൻ പറഞ്ഞതിനൊക്കെ ഞങ്ങൾ മറുപടി പറഞ്ഞുതരും എനിക്ക്. നിങ്ങള് ദൈവവിശ്വാസികളല്ലേ? നിങ്ങളൊക്കെ മുസ്ലിങ്ങളല്ലേ? നിങ്ങളും പിന്നെ അൽഖയ്ദയുടെ തലവനും പിന്നെ ഇപ്പൊ മസൂദ് അസറും ഒക്കെ നിങ്ങള് മുസ്ലിങ്ങൾ തന്നെയല്ലേ? ഓലൊക്കെ ചെയ്ത് നിങ്ങൾ മറുപടി അറിയില്ലേ? ഈ കാശ്മീരിൽ ഇപ്പം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആയിലാലുള്ള ചെല്ലിപ്പിച്ച് ഷഹാദത്ത് കലിമ ചെല്ലിപ്പിച്ച് നോക്കിയിട്ട് വെടിവെച്ച് വന്ന മുസ്ലിങ്ങള് അതുപോലെ മുസ്ലിങ്ങൾ തന്നെയല്ലേ? ആരാ പറഞ്ഞ? അതെന്താ ഓല് ചെയ്തതിന് നിങ്ങൾ മറുപടി പറയാത്ത? പിന്നെ ഏതോ ഒരുത്ത സ്റ്റേജിൽ കയറി പറഞ്ഞതിന് ഞാൻ നിങ്ങളോട് മറുപടി പറയണം. നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവാചകനെയും നിങ്ങൾ കൊണ്ടു നടക്കുന്ന കിതാബിലെയും നിങ്ങളെ മതത്തിലെ നിങ്ങളെ സഹോദരൻ ചെയ്തതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങൾ തിരക്കടില്ലല്ലോ ആള്. ഏത് മനുപ്രസാദ്? അതിനെ തള്ളി പറയാത്ത ഏത് യുക്തിവാദിയാ ഉള്ളത്? ആരാ തള്ളി പറയാത്തത്? ഞാൻ ചോദിക്കുന്നത്, മനുപ്രസാദ് എന്റെ പ്രവാചകനല്ല. മനുപ്രസാദിനെ രവിചന്ദ്രൻ തന്നെ അന്ന് തള്ളി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ഇത് ശാസ്ത്രീയമായിട്ട് ഈ ഉമ്മാനോടും പെങ്ങളോടൊക്കെ ഇത് ഇങ്ങനത്തെ തോന്നൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊരു മാനസിക രോഗമാണെന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള നിഗമനം. മാനസിക രോഗിയായിരിക്കും. അത് തോന്നലുണ്ടെങ്കിൽ മാനസിക രോഗിയാണ്, ഡോക്ടറെ കാണിക്കണം. ഡോക്ടറെ കാണിക്കണം. കാരണം നിങ്ങൾക്ക് തോന്നലില്ലല്ലോ. അതാണ്. അത് ഖുർആൻ പറഞ്ഞോണ്ടല്ലോ. അല്ല അതെന്തോ ഒരു മാനസിക പ്രശ്നമാണ്. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അത് ഡോക്ടറെ കാണിക്കണം. ഈ ചിന്ത ആൾക്കുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം തീർച്ചയായിട്ടും. എന്താ സംശയം? തീർച്ചയായിട്ടും ഈ ചിന്ത ആൾക്കാരിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ചിന്ത ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കൽ നിർബന്ധമാണ്. എന്താ സംശയം? ആണോ? ഒരാൾക്ക് ഇപ്പൊ അത് ശരി. അപ്പൊ മുസ്ലിങ്ങളൊക്കെ കൊലപാതകികളാണ് അല്ലെ? മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളെ ഉടിതൂണി പൊക്കി നോക്കി കൊല്ലാൻ നടക്കുന്നവരാണ്. നിങ്ങൾ സ്ഥാപിച്ചില്ലേ? ഇപ്പൊ കാശ്മീരിൽ സ്ഥാപിച്ചില്ലേ?
അതൊക്കെ ഇല്ലുമിനാറ്റി തന്ത്രം. അപ്പൊ അത് ഇല്ലുമിനാറ്റി തന്ത്രം അല്ലേ? അതൊക്കെ നിങ്ങള് ഇല്ലുമിനാറ്റി. ഇതൊക്കെ ചെലവാണോടത്തേക്ക് പോയി നോക്കി കേട്ടോ. വേറെ എന്തെങ്കിലും പറയണ്ട നിങ്ങക്ക്? എന്ത് ഒരു പറയാനാ? സമാധാനല്ലേ? നബി ദൈവത്തിന്റെ ദൂതനാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് വയ്യ. അപ്പൊ യുക്തിവാദികളൊക്കെ ഉമ്മാനെയും പെങ്ങളെയും പോയിക്കാൻ നടക്കണവരാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ നിലവാരം. ഇതാണ് മൗലിയമാര് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സൂത്രം. മനസ്സിലായോ? നിങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണത്തെ കുറിച്ചോ നിങ്ങൾ കൊണ്ടു നടക്കുന്നതിനെ കുറിച്ചോ നിങ്ങൾക്ക് മാന്ന ഒരക്ഷരം മിണ്ടാനില്ല, അവകാശമില്ല, അർഹതയില്ല, അതിന് അറിവില്ല, അതിന് പാങ്ങില്ല, അത് പുറത്തു പറയാൻ പറ്റൂല. മുഹമ്മദ് നബി ചെയ്തു കൂട്ടിയ സാധനങ്ങളൊക്കെ കൂടെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യുക്തിവാദികളല്ല ഓടുക, തലയിൽ മുണ്ടിട്ട് നടക്കട്ടെ. ഏത് കള്ള ഹദീസ്? അത് നിങ്ങളാ തീരുമാനിക്കുക. ശവത്തെ ഭോഗിച്ച കഥ കള്ള ഹദീസായിരിക്കും. ആരെ ഭോഗിച്ചത്? ശവത്തെ ഭോഗിച്ച കഥ അത് കള്ള ഹദീസായിരിക്കും. ജീവുള്ളതിനെ ഭോഗിച്ചതിന്റെ കഥ എത്ര ഉണ്ട്? ജീവനുള്ള പ്രവാചകൻ. ആ തോട്ടത്തിലേക്ക് എന്തിനാ പോയത്? ഏത് തോട്ടത്തില്? ജൗനിന്റെ തോട്ടത്തേക്ക്. എനിക്ക് ഹദീസ് എനിക്കറിയില്ല. അതെന്താ അറിയാത്ത നിങ്ങള്? ഞാൻ കേട്ടില്ല. ഏതൊരു പെണ്ണിന്റെ അടുത്ത് പോയിട്ട് വെള്ളപ്പാണ്ട് തൊടയിൽ വെള്ളപ്പാണ്ട് കണ്ടിട്ട് ഇറങ്ങി പോകുന്നത് ഏത് പെണ്ണിന്റെ ആയിരുന്നു? ഞാൻ കേട്ടില്ല. കേട്ടില്ല നിങ്ങള്? ഞാൻ കേട്ടില്ല. നബിന്റെ കഥ പറയിപ്പിക്കണ്ട നിങ്ങൾ ഇനി കൊണ്ട്. അത് നിങ്ങൾക്ക് നല്ലത്. നിങ്ങക്ക് ഇങ്ങനത്തെ ഈ വൃത്തികേടുക്ക് പോയാല് നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ സ്നഗ്ഗി ലീക്കായ അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അതിനൊക്കെ ഒന്നും പോണ്ട. അതായത് മാന്യമായ രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ആശയത്തെ പ്രതിരോധിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ പഠിക്കുക. അതല്ലാതെ ഈ തേർഡ് റേറ്റ് സാധനം കൊണ്ട് ഇറങ്ങിയാൽ നാറുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും. എന്തായിട്ടെന്താ കാര്യം? ആ പറഞ്ഞ കള്ള ഷഹാദത്തിന്റെ തെളിവ് ചോദിച്ചിട്ട് നിങ്ങളത്തില്ലല്ലോ. തെളിവുണ്ടല്ലോ. ഒരെണ്ണം തന്നില്ലല്ലോ. മുഹമ്മദ് നബി പ്രവാചകനാണെന്നുള്ള തെളിവ് വെച്ചപ്പോ യുക്തിവാദികളൊക്കെ അമ്മയും പെങ്ങളും പോയിക്കുന്നവരാണ് നിങ്ങൾ പറഞ്ഞത്. ഇല്ല, പറഞ്ഞില്ല. എങ്ങനെ ഖുറാനിൽ? എന്നാ പറയൂ, ഖുറാനിൽ എന്താ തെളിവ് മുഹമ്മദ് നബി പ്രവാചകനാണെന്നുള്ളതിന്? ഖുറാനിൽ പറയുന്നുണ്ടല്ലോ ഈ ഖുറാൻ ആര് പറഞ്ഞതാ? മുഹമ്മദ് നബി പറഞ്ഞല്ലേ ഖുറാന്? അല്ലല്ല, ജിബിൽ മാലാഖ വഴി പ്രവാചകൻ എന്ന് മുഹമ്മദ് നബി പറഞ്ഞതല്ലേ? അതൊന്നല്ല. പിന്നെ ആരാ പറഞ്ഞ? സത്യസന്ധന്റെ പേര് കേട്ട ആളിങ്ങനെ ആരാ അങ്ങനെ പറഞ്ഞത്? നബീനെ ആര് പറഞ്ഞതാ? നിങ്ങൾ മുഹമ്മദ് നബിയുടെ ഹദീസിലല്ലാതെ അങ്ങനെ അല്ലമീ എന്നുള്ള ജാതി പറ്റ ഒരു അറബി പയ്യനെ കുറിച്ച് നിങ്ങൾ എവിടെയും വായിച്ചിട്ടുണ്ടോ? വേറെ ഈ മുഹമ്മദ് നബി ചതി പറയുന്നതിന്റെയും ഒരു മിനിറ്റ് നുബുവത്തിന് ശേഷം മുഹമ്മദ് നബി നുണ പറയാനും ചതി പ്രയോഗിക്കാനും പിന്നെ അനുവാദം കൊടുക്കുന്നതിനെയും ആളെ പറഞ്ഞേക്കണതിന്റെയും തെളിവ് നിങ്ങൾക്ക് തരട്ടെ? ചതി ചെയ്യാൻ വേണ്ടി ആളെ നിയോഗിച്ച 2 സംഭവങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? പറഞ്ഞു തരട്ടെ? നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ? പറഞ്ഞുതരാം. മുഹമ്മദ് നബി കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലാൻ ആരുണ്ടെന്ന് ചോദിച്ചിട്ട് മുഹമ്മദ് നബിന്റെ സദസ്സിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോ പിന്നെ മുഹമ്മദ് ബിൻ മസ്ലമ അങ്ങനെ ആരാണ് എഴുന്നേറ്റ് നിൽക്കണേ. അപ്പോ അത് കഅബിന്റെ ഒരു അകന്ന ബന്ധുവും കൂടെയാണ്. ഞാൻ കൊല്ലാന്ന് പറഞ്ഞു. അപ്പൊ ഒരു കണ്ടീഷൻ പറഞ്ഞു, പക്ഷെ എനിക്ക് ചില ചതിവാക്കുകൾ പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അപ്പൊ അനുവാദം കൊടുത്തു. അതായത് ഒരാളെ ചതിച്ചു കൊല്ലാൻ, നുണ പറയാൻ അനുവാദം കൊടുത്തു. അതൊരു പ്രവാചകൻ ചെയ്യോ? മഹാഭാരതത്തിൽ അങ്ങനെ സംഭവം നടക്കുന്നുണ്ടല്ലോ. അല്ല മുഹമ്മദ്. അപ്പൊ മുഹമ്മദ് നബി ധർമ്മം സ്ഥാപിക്കാൻ ചതികള് പറ്റും. അപ്പൊ പിന്നെ നിങ്ങള് നുണ പറഞ്ഞിട്ടില്ലാത്ത ആളാണെന്നൊക്കെ നിങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇനി വേറെ സ്ഥലത്ത് ഖന്തക്ക് യുദ്ധം പിന്നെ തോൽക്കുന്ന ഘട്ടം വന്നപ്പോ അണികൾക്കിടയിൽ ഏഷണി പറയാൻ വേണ്ടിട്ട് ആളെ പറഞ്ഞയച്ചു മുഹമ്മദ് നബി. അറിയോ നിങ്ങൾക്ക് കഥ? കള്ള ഹദീസോ? ഖന്തക്ക് യുദ്ധത്തിന്റെ കഥ പറയണെങ്കിൽ നിങ്ങൾ ഈ കഥയും കൂടി കൂട്ടിയിട്ടേ വായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഹദീസ് നിങ്ങൾ എങ്ങനെ പിന്നെ മുറിച്ച? ഈ പയറ് തോരൻ വെക്കാൻ അരിയണ മരി അവിടുന്ന് ഇവിടുന്നൊക്കെ പുഴുക്കഷ്ണങ്ങൾ അരിഞ്ഞ് കളയണ പോലെ അരിഞ്ഞ് കളയണ്ടാണല്ലോ ഹദീസ് എടുക്കുക. പിന്നെ എന്തിനാ നിങ്ങൾ അള്ളാനെ പറ്റുക? നിങ്ങളെ ദീന ജൂതന്മാരുണ്ടാക്കിയതാ? ISIS ജൂതന്മാരുണ്ടാക്കിയത്, ഹദീസ് ജൂതന്മാരുണ്ടാക്കിയത്, എല്ലാ ജൂതന്മാരുണ്ടാക്കിയത്. നിങ്ങളെ പിന്നെ എന്തിനാ പറ്റുക? നിങ്ങളെ പിന്നെ എന്തിനാ പറ്റുക? ഞങ്ങളതൊക്കെ ജൂതന്മാർ ചെയ്തതാണ്. നിങ്ങളെ നിസ്കാരം ജൂതന്മാരത്തുള്ളതല്ലേ? അത് കോപ്പി അടിച്ചല്ലേ?
ആണല്ലോ പ്രവാചകൻ ഏഴാനാകാശത്ത് പോയിട്ട് പ്രവാചകന് ഏതാകാശത്ത്? ഏഴാന ഏതാകാശത്ത്? ഏഴാനാകാശം അല്ല, ഈ പറഞ്ഞ നിസ്കാരം ജൂതന്മാർ അതിന്റെ മുമ്പ് നിസ്കരിക്കണല്ലേ? ആണ്. അത് ബാങ്ക് ജൂതന്മാരുടേതല്ലേ? അത് മൂസാ നബിക്ക് അവതരിപ്പിച്ചു ബാങ്ക് കൊടുത്താണ്. ജൂതന്മാരതല്ലേ? ജൂതൻ ചാലാരാണ് മൂസാ നോമ്പ് നബിക്ക് അവതരി നോമ്പും അവരുടെ തന്നെയല്ലേ? ആണ്. ജൂതൻ ചാല അല്ലേ? അറിയാം. ഇനി ജൂതൻ ആരാ? നിങ്ങളത് മൂസാ മാത്രമായിട്ട് നബിയുടെ ഈ ആൾക്കാരാണ് മുഹമ്മദ് ജൂതന്മാര്. മുഹമ്മദ് നബിൻ്റെത് മാത്രമായിട്ട് ഇസ്ലാമിൽ ആകെ ഉള്ളത് ഷഹാദത്ത് കലിമ എന്ന നുണക്കഥ മാത്രമാണ്. അതൊന്നല്ല. ആ ഒരു കള്ളസാക്ഷി അല്ലാത്തതൊന്നും നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അതുണ്ട് ഇതുണ്ട് പറയുന്നത്. അതൊക്കെ അതിന്റെ മുമ്പുള്ളതാ. അതൊക്കെ അതിന്റെ മുമ്പുള്ളതാ. ഗ്രന്ഥം അതിന്റെ മുമ്പുള്ളതാ. ഖുറാനോ? ഇതൊക്കെ അതിന്റെ മുമ്പത്തെ കഥകൾ കോപ്പി അടിച്ചതാ. എല്ലാം A to Z. നിങ്ങൾ ആകെ സ്വന്തമായിട്ടുള്ളത് ഷഹാദത്ത് കലിമയാണ്, അതാണ് ഈ നുണയാണ്. അപ്പൊ അതിനൊന്നും തെളിവില്ല നിങ്ങളത്ത്. അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറൊക്കെ കയ്യിൽ വെച്ചാൽ മതി. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും പഠിച്ചിട്ടും വിളിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, ശരി.